പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത അമൃത് ഭാരത് ട്രെയിനുകൾക്ക് ബിജെപിയുടെ നേതൃത്വത്തിൽ കായംകുളത്ത് സ്വീകരണം നൽകി. ഇരു ട്രെയിനുകളിലെയും ലോക്കോ പൈലറ്റുമാരെ ഷോൾ അണിയിച്ചും പുഷ്പവൃഷ്ടി നടത്തിയും ലഡ്ഡു വിതരണം ചെയ്തുമാണ് വരവേൽപ്പ് നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത 4 അമൃത് ഭാരത് ട്രെയിനുകളിൽ 2 ട്രെയിനുകൾക്ക് ബിജെപിയുടെ നേതൃത്വത്തിൽ കായംകുളത്ത് സ്വീകരണം നൽകി. ബിജെപി മണ്ഡലം പ്രസിഡന്റ് ആർ വിനോദ്, സംസ്ഥാന സമിതി അംഗം പാലമുറ്റത്ത് വിജയകുമാർ, മേഖലാ വൈസ് പ്രസിഡന്റ് ബിജു മഠത്തിൽ, ബിജു ആമ്പക്കാട്, ബിപിൻ രാജ്, കൊച്ചുമുറി രമേശ്, രാജശേഖരൻ, സുരേഷ് ആക്കനാട്, രാജേഷ് കമ്മത്ത്, കവിത രാജേഷ്, അനിത, ഷീല പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി. ഇരു ട്രെയിനുകളിലെയും ലോക്കോ പൈലറ്റുമാരെ ഷാളണിയിച്ചും ട്രെയിനിന് പുഷ്പവൃഷ്ടി നടത്തിയും ലഡു വിതരണം ചെയ്തുമാണ് പുതിയ ട്രെയിനുകളെ വരവേറ്റത്. ഈ സ്റ്റോപ്പ് അനുവദിക്കാൻ വേണ്ടി കേരളത്തിലെ ബിജെപിയുടെ നേതാക്കൾ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിലുള്ള റെയിൽവേ മന്ത്രാലയത്തിൽ റെയിൽവേ മന്ത്രി വൈഷ്ണവജിയുമായി നിരന്തരം ബന്ധപ്പെട്ട് സ്റ്റോപ്പുകൾ അനുവദിക്കാനും അതേപോലെ തന്നെ കേരളത്തിലെ നേതാക്കളുടെ ശക്തമായ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലേക്ക് ഒന്നിച്ച് 4 ട്രെയിനുകൾ, അതും പ്രധാനമന്ത്രി വന്നുകൊണ്ട് തന്നെ ഫ്ലാഗ് ഓഫ് ചെയ്തത്. കേരളത്തെ വളരെ വേഗം ഉന്നതിയിലെത്തിക്കാൻ വേണ്ടി, വികസനപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഉള്ള പ്രതിജ്ഞാബദ്ധമായ തീരുമാനങ്ങളിലൂടെയാണ് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇതിന് കായംകുളത്തെ ജനങ്ങളും കേരളത്തിലെ ജനങ്ങളും എല്ലാം തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയോട് കടപ്പെട്ടിരിക്കുന്നു, അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. CDNet ന്യൂസ്, കായംകുളം.